ഡൽഹിയിൽ 50ഓളം സ്കൂളുകളിൽ ബോംബ് ഭീഷണി. ബോംബ് സ്ക്വാഡിന്റെ പരിശോധന തുടരുകയാണ്. പുലർച്ചെ 4:15ഓടെയാണ് ഇമെയിലായി ഭീഷണി സന്ദേശം എത്തിയത്. നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. നിതിൻ, എന്താണ് ഈ ഭീഷണി സന്ദേശത്തിലുള്ളത്? എങ്ങനെയാണ് ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്? വേണു, പോലീസ് വളരെ ഗൗരവത്തിൽ തന്നെയാണ് ഈ ഭീഷണി സന്ദേശത്തെ നോക്കിക്കാണുന്നത്. 50ലധികം സ്കൂളുകളിലാണ് ഇത്തരത്തിൽ ബോംബ് ഭീഷണി സന്ദേശം എത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹി ചാണക്യപൂരിലെ സംസ്കൃതി സ്കൂളിലാണ്. ഇത്തരത്തിൽ ഇന്ന് രാവിലെ 4:15 സംസ്കൃതി ഉൾപ്പെടെയുള്ള വിവിധ സ്കൂളുകൾ, മയൂർ വിഹാറിലെ സ്കൂൾ, അതോടൊപ്പം തന്നെ ഡൽഹി പബ്ലിക് സ്കൂൾ, മദർ മേരി സ്കൂൾ, കൂടാതെ പുഷ്പവിഹാറിലെ വിവിധ സ്കൂളുകൾ, അങ്ങനെ 50ലധികം സ്കൂളുകളിലാണ് ഇന്നലെ മുതൽ ഇത്തരത്തിൽ ഭീഷണി സന്ദേശം ലഭിച്ചത്. ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇതൊരു മാസ് ഇമെയിൽ സന്ദേശമായിരുന്നു. ഒരു കേന്ദ്രത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ 50ലധികം സ്കൂളുകൾക്ക് ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ പോലീസിന്റെ അടക്കം വിവിധ പരിശോധന നടന്നു. ബോംബ് സ്ക്വാഡ് ഇവിടെ എത്തിയിട്ടുണ്ട്, ബോംബ് ഡിസ്പോസൽ സ്ക്വാഡും ഇവിടെ എത്തിയിട്ടുണ്ട്, ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡ് അടക്കമുള്ള വിവിധ സംഘങ്ങൾ ഇവിടെ എത്തി പരിശോധന നടത്തിവരികയാണ്. ഇതുവരെ സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. പരിശോധന തുടരുന്നത് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ സ്കൂളുകളിലേക്ക് കുട്ടികൾ വന്നിരുന്നു. ഇവരെല്ലാം തന്നെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരിശോധനയായി മുന്നോട്ട് പോവുകയാണ്. പല സ്കൂളുകൾ, നോയിഡ അടക്കമുള്ള സ്ഥലങ്ങളിലെ പല സ്കൂളുകളിൽ ഇത്തരത്തിൽ പരിഭ്രാന്തരായി രക്ഷിതാക്കൾ അടക്കം വരുന്നൊരു സാഹചര്യമുണ്ട്. അതേസമയം തന്നെ പോലീസ് ഇപ്പോൾ പറയുന്നൊരു കാര്യം, പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല, ഇപ്പോൾ അന്വേഷണം തുടരുന്നുണ്ട്. എന്തായാലും ശക്തമായ നടപടിയായി പോലീസ് മുന്നോട്ട് പോകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഇതുവരെ നടത്തിയ പരിശോധനയിൽ യാതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരി, അതായത് ഏതാനും 2 മാസം മുൻപ് തന്നെ സമാനമായി തന്നെ RK പുരത്ത് സ്കൂളുകളിൽ ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം ലഭിച്ചിരുന്നു. അതിനുശേഷം പോലീസ് കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോയി. പക്ഷെ അപ്പോഴും അതൊരു വ്യാജ സന്ദേശമായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. സമാനമായ ഒരു വ്യാജ സന്ദേശമായിരിക്കാം എന്നൊരു നിലയിൽ തന്നെയാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. എന്തായാലും അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. സംസ്കൃതി ഉൾപ്പെടെയുള്ള വിവിധ സ്കൂളുകൾ, അതായത് ഡൽഹിയിലെ പ്രധാനപ്പെട്ട സ്കൂളാണ്. ഇവിടെ ഈ ഡൽഹി പബ്ലിക് സ്കൂൾ, സംസ്കൃതി ഉൾപ്പെടെയുള്ള സ്കൂളുകളിൽ ആണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ് ഭീഷണി സന്ദേശം എത്തിയത്, എന്താണ് ഇവരുടെ ലക്ഷ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് അന്വേഷിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി തന്നെ ഇപ്പോൾ ഒരു പ്രത്യേക സംഘത്തെ തന്നെ രൂപീകരിച്ച അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തി വരുന്നത്. എന്തായാലും ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ പോലീസ് സംഘങ്ങൾ ഇവിടെ എത്തിക്കൊണ്ട് സ്കൂളുകൾ ഇത്തരത്തിൽ പരിശോധന ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. യാതൊരു കാരണവശാലും പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. വേണു, നിതിൻ, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോംബ് ഭീഷണി സന്ദേശം വരുന്നു. ഈ സാഹചര്യം എന്തുകൊണ്ടാകാമെന്നാണ് പോലീസിന്റെ ഒരു പ്രാഥമിക വിലയിരുത്തൽ? വേണു, നേരത്തെയും ഇത്തരത്തിൽ സമാനമായി തന്നെ പല സ്കൂളുകളിലും വ്യാജ സന്ദേശം ലഭിച്ചിരുന്നു. പക്ഷെ അതിനെല്ലാം തന്നെ പലപ്പോഴും പലതരത്തിലൊരു കാരണങ്ങൾ പോലീസ് പിന്നീട് കണ്ടെത്തിയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതുവരെ പോലീസ് എന്താണ് ഇത്തരമൊരു ഭീഷണി സന്ദേശത്തിന്റെ കാരണം തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ പോലീസ് വ്യക്തമായിട്ടില്ല. അത്തരം കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു വരുന്നുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആദ്യത്തെ പരിഗണന ഇപ്പോഴത്തെ സ്കൂളുകളിലെ കുട്ടികളെല്ലാം തന്നെ ഒഴിപ്പിച്ചു. അതിനുശേഷം ഇവിടെ പരിശോധന കൃത്യമായി നടത്തുക, ബോംബ് സ്ക്വാഡ് അടക്കമുള്ള സംഘങ്ങൾ എത്തി അവിടെ പരിശോധന നടത്തി ബോംബില്ല എന്ന് ഉറപ്പിക്കുക. പിന്നീട് ഈ ശക്തമായി തന്നെ അന്വേഷണം മുന്നോട്ട് പോകുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ നടത്തിയ പരിശോധനയിൽ ഇതുവരെ സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഇത് ഒരു കേന്ദ്രത്തിൽ നിന്നാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി സന്ദേശം ലഭിച്ചിരിക്കുന്നത്. എന്താണ് ഇത്തരം ഒരു സന്ദേശത്തിന്റെ കാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇതുവരെ ഇത്തരത്തിൽ 50ലധികം സ്കൂളുകൾക്ക് ഈ ബോംബ് ഭീഷണി ഒരുമിച്ചുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതും ഒരു കേന്ദ്രത്തിലുള്ള ഒരു ഇമെയിൽ സന്ദേശം. ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് വരികയാണ്. അതിനുശേഷം മാത്രമേ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ രാവിലെ മുതൽ ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുന്നുണ്ട്. എന്തായാലും അല്പസമയം കൂടി പരിശോധന നീളുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ആദ്യഘട്ട പരിശോധന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് പോലീസ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമേ ഈ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുള്ളൂ എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണമായി മുന്നോട്ട് പോകുമെന്ന് പോലീസ് ഇപ്പോൾ ശക്തമായി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, എന്താണ് ഈ ഭീഷണി സന്ദേശത്തിന്റെ കാരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വൈകാതെ വ്യക്തമാക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും 50ലധികം സ്കൂളുകൾക്കാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം എത്തിയത്. വേണു, ശരി, ഡൽഹിയിൽ 50ലധികം സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി. പക്ഷേ ഇതുവരെ സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.